എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രവിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8:50. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. മരണാസന്നയായ തൻ്റെ മകളെ സുഖപ്പെടുത്താൻ യേശുവിനോട് ആവശ്യപ്പെടുന്ന ഒരു സിനഗോഗ് നേതാവായ ജൈറസിൻ്റെ കഥയിലാണ് ഈ വാക്യം സംഭവിക്കുന്നത്. യേശു യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ദീർഘകാലമായി രക്തസ്രാവകമുള്ള ഒരു സ്ത്രീ യേശുവിനെ സ്പർശിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ കാലതാമസത്തിനിടയിൽ തൻ്റെ മകൾ മരിച്ചു എന്ന വിനാശകരമായ വാർത്ത ജൈറസിന് ലഭിക്കുന്നു. എന്നിരുന്നാലും മുകളിലുള്ള വാക്യത്തിലൂടെ യേശു അവനെ ആശ്വസിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക എന്ന് യേശു ജൈറസിനോട് പറഞ്ഞ ശേഷം അവൻ യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ആളുകൾ പെൺകുട്ടിയുടെ മരണത്തിൽ വിലപിക്കുന്നു. പെൺകുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. ഇത് ജനക്കൂട്ടം യേശുവിനെ പരിഹസിക്കാൻ ഇടയാക്കുന്നു. തളരാതെ യേശു പത്രോസിനെയും ജെയിംസിനെയും ജോണിനെയും പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യേശു പെൺകുട്ടിയുടെ കൈപിടിച്ച് അവളോട് സംസാരിക്കുന്നു. അവൾ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഇത് യേശുവിൻ്റെ അധികാരവും വിശ്വാസത്തോടെ പ്രതികരിക്കാനുള്ള അവൻ്റെ ശക്തിയും പ്രകടമാക്കുന്നു. തൻ്റെ ശക്തിയും അത്ഭുതങ്ങളും അനുഭവിക്കുന്നതിനുള്ള താക്കോൽ വിശ്വാസമാണെന്ന് യേശു ഊന്നി പറയുന്നു. നിരാശാജനകമായ സാഹചര്യങ്ങൾക്കിടയിലും യേശുവിൽ ആശ്രയിക്കാൻ യായിറോസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പെൺകുട്ടിയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നതിലൂടെ തൻ്റെ ദൈവീക സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മരണത്തിന്മേൽ പോലും തനിക്ക് അധികാരമുണ്ടെന്ന് യേശു പ്രകടമാക്കുന്നു. ഏത് സാഹചര്യവും പുനഃസ്ഥാപിക്കാനുള്ള ദൈവത്തിൻ്റെ കഴിവിനെ അതീതമല്ലെന്ന് ഈ വാക്യം ചിത്രീകരിക്കുന്നു. അത് മനുഷ്യൻ്റെ ധാരണയ്ക്ക് അന്തിമമായി തോന്നുമ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ അതീതമായ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും ഭയമുണ്ടാകുന്നു. ഭയം പകരം വയ്ക്കാൻ യേശു ജൈറസിനെ വിളിക്കുന്നു. ഇടപെടാനുള്ള അവൻ്റെ കഴിവിൽ വിശ്വസിച്ചു. സാഹചര്യങ്ങൾ ഭയാനകമായി തോന്നുമ്പോഴും യേശുവിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിക്കാനുള്ള ക്ഷണമാണ് വിശ്വസിക്കുക. അവൾ സുഖം പ്രാപിക്കും എന്നത് ജൈറസിനുള്ള യേശുവിൻ്റെ ഉറപ്പാണ്. ഇപ്പോഴത്തെ യാഥാർത്ഥ്യമല്ല, ദൈവത്തിൻ്റെ ശക്തിയും ഇച്ഛയുമാണ് ഫലം നിർണയിക്കുന്നത്. പ്രയാസകരമായ സമയങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ ഭയത്തെ വിശ്വാസം കൊണ്ട് മാറ്റി പ്രത്യാശയോടെ മുന്നോട്ട് പോകുക. പുനഃസ്ഥാപിച്ചും രോഗശാന്തിയും വഴി ദൈവത്തിൻ്റെ ശക്തി സാഹചര്യങ്ങളെ മറികടക്കുന്നു. സ്നേഹപിതാവേ, നിന്റെ മക്കളായ ഞങ്ങളെ ഏത് സാഹചര്യത്തിലും ജീവൻ, പ്രത്യാശ, പുനഃസ്ഥാപനം എന്നിവ കൊണ്ട് വരാനുള്ള അവൻ്റെ കഴിവിനിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.